ഹായ് ആർമീസ്, ഞാൻ സൂസൻ ഇവണിൻ്റെ 28 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ് കുറേ ലേറ്റാക്കിയെന്ന് എനിക്കറിയാം. കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡ് എപ്പോഴാണ് ഇടണേന്ന്. ഞാൻ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ റിപ്ലൈ തരണ്ടേന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ് റിപ്ലൈ തരാതിരുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഇട്ടുണ്ടായിരുന്നു റീസൺ പറഞ്ഞ് ഞാൻ അതൊന്നും ചെയ്തില്ല. അതിനൊരു വലിയ സോറി എല്ലാവരോടും. ഫസ്റ്റ് റീസൺ, ഞാൻ എൻ്റെ കോളേജിൽ ഒരു തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. തേർഡ് ഇയർ ആയതോടെയാണ് മിസ് ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് വരുന്നുണ്ട്. ഒരുപാടെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് തീർക്കുമ്പോൾ അടുത്തത്, അത് ചെയ്ത് തീർക്കുമ്പോൾ അടുത്ത്, അങ്ങനെ ഓവർലോഡായിട്ടാണ് വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിന്ന് തീരാൻ സമയമില്ല. അതിൻ്റെ ഇടയിൽ ഫാമിലി ഇഷ്യൂസ് എല്ലാം കൂടി എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ മെൻ്റലി ഒട്ടും ഓക്കെ അല്ല ഇത് 2 മാസമായിട്ട്. ഇപ്പം പോലും ഞാൻ ഓക്കെ അല്ല. പക്ഷേ ഒരാഴ്ചയായിട്ട് പല കാര്യങ്ങളും എനിക്ക് അവധി ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് ഇടുന്നതും. ഇനി അടുത്ത എപ്പിസോഡ് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. സിറ്റുവേഷൻസ് പോലെ ഇരിക്കും, ടൈം കിട്ടുന്ന പോലെ ഇരിക്കും. എന്തായാലും എപ്പിസോഡ് ഞാൻ ഇട്ടിരിക്കും. ഞാൻ തുടങ്ങിയ 2 FF ഞാൻ തീർത്തിരിക്കും എന്ത് സംഭവിച്ചാലും. അപ്പോൾ എപ്പിസോഡ് കുറച്ച് വൈകിയാലും നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പിസോഡ് നല്ല ഇട്ടിരിക്കും. നമ്മുടെ ചൂസനിവൺ ഞാൻ തീർത്തിരിക്കും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ആരോടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകാതെ എൻ്റെ കാര്യം നോക്കി ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച കുറേ ആൾക്കാരുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറയുവാണ്. ഞാൻ എൻ്റെ ചാനൽ 18+ കണ്ടൻറ്റുള്ള എപ്പിസോഡുകൾ ഇടാൻ നേരത്ത് അതിൻ്റെ അടി വെണ്ടയ്ക്ക മുഴുപ്പിൽ 18+ എന്ന് എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ടൻറ്റ് കാണാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ അത് കയറി കണ്ടിട്ട് ചാനൽ റിപ്പോർട്ട് അടിക്കുന്ന തെണ്ടിത്തരാണ്. നിങ്ങൾക്ക് 18+ കണ്ടൻറ്റുള്ള FFകളോ എപ്പിസോഡുകൾ കാണാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കാണണ്ട. ഞാൻ ആരോടും നിർബന്ധിച്ച് എൻ്റെ FF കാണാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടേച്ചാൽ മതി. നിങ്ങൾ കുറച്ച് പേര് എനിക്ക് തന്ന പണി കാരണം ഞാൻ ഒരാഴ്ച മുമ്പാണ് എൻ്റെ ചാനൽ സെറ്റാക്കി എടുത്തത്. ഇല്ലാത്ത ടൈം ഉണ്ടാക്കിയാണ് ഞാനൊന്ന് സെറ്റാക്കി എടുത്തത്. അപ്പോൾ ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ നിൽക്കില്ല. എന്നെയല്ല ആരെ ഉപദ്രവിക്കാൻ നിൽക്കട്ടു. ഓരോ എഡിറ്റേഴ്സിനും അറിയാം ഓരോ എപ്പിസോഡ് ഇടാൻ വേണ്ടി എത്രമാത്രം എഫർട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് ചെയ്യുന്നവർക്ക് മാത്രം അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ആരെ ഉപദ്രവിക്കാൻ വരലും. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കണ്ടോ, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. എന്ത് പറ്റിയല്ലോ? എടി, അത് നമുക്കിതൊക്കെ നിർത്താം. നിർത്താനോ? അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ? എടി, ലക്ഷ്മിക്ക് നമ്മുടെ കാര്യത്തിൽ ഡൗട്ടുണ്ട്. അവളിന്ന് പറഞ്ഞാൽ ശരിയാകില്ല, വലിയ സീനാകും. വിക്ടോർ പറഞ്ഞ പിന്നെ നോക്കണ്ട. എടി, നമുക്ക് നിർത്താം. ഓ അങ്ങനെ. അല്ല ത്രിലോക്, നീ എപ്പോഴാണ് ലക്ഷ്മിനെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങി? എടി, അവളെന്റെ ഭാര്യയാണ്. ഭാര്യ? ഇപ്പൊ നീ പറഞ്ഞത് തന്നെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ത്രിലോക്. ഇനി നീ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് എനിക്കറിയാം. ഇല്ല, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. നീ ഇനിയൊന്നും പറയണ്ട ത്രിലോക്. പിന്നെ എനിക്ക് റിലേഷൻഷിപ്പ് നടത്താൻ താല്പര്യമില്ല. പിന്നെ ഇത് നിന്നെ കൊണ്ട് ഞാൻ നിർത്തിക്കത്തുമില്ല. ത്രിലോക്, ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം. അത് കണ്ടിട്ട് നീ പറ നിന്റെ തീരുമാനം മാറ്റണോ വേണ്ടയോ. ലിയ ഫോൺ എടുത്ത് ത്രിലോകിന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുത്തു. അത് കണ്ടതും ത്രിലോകൻ ഞെട്ടി. എങ്ങനെയുണ്ട്? ഇതുപോലത്തെ കുറേ വീഡിയോസും ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയാലോ. അപ്പം മോനി റിലേഷൻഷിപ്പ് നിർത്തുന്നതിനെ പറ്റി ഇപ്പം ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ ശരി തരൂ, ഞാൻ ഇറങ്ങട്ടെ. നീ ഇറങ്ങാൻ നോക്ക. വീട്ടിൽ നിന്റെ ഭാര്യ കാത്തിരിപ്പുണ്ടാവും നിന്നെ. ഹലോ അച്ഛ,
ത്രിലോക്ക് ഞങ്ങൾ റിലേഷൻഷിപ്പ് നിർത്തണമെന്ന്. ഞാൻ അവൻ്റെ ചെറിയ ഡോസ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലക്ഷ്മിക്കൊരു ചെറിയ ഡോസ് കൊടുത്തേ പറ്റൂ. അതിനുള്ള ടൈമായി. പെട്ടെന്ന് തന്നെ കൊടുത്തേ പറ്റൂ. I never thought I'd feel like this. ഓ, മോളിവിടെ മോളുടെ മറ്റേ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നെ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചു കാണൂല അല്ലേ? എന്നാൽ നേരത്തെ മാത്രമല്ല, ഇതുപോലത്തെ കുറെ കാട്ടായികൾ കാണാൻ പറ്റിയിരുന്നു. നീ വേറെ മറന്നില്ലേ എൻ്റെ കൂടെ കിടന്നിട്ടു? എന്താ നിനക്ക് ഒന്നും പറയാനില്ലേ? ഈ തിരുവാതിരന്ന് എന്തെങ്കിലും പോയിട്ടാലും ഈ എങ്ങോട്ടും പോകുന്നില്ല. നിനക്ക് വേദനിക്കുന്നുണ്ടോ? അപ്പൊ നീ നിന്റെ മറ്റവളും കൂടെ ചെന്ന് എന്നെ വേദനിപ്പിക്കുന്നതോ? ശരീരത്തിനേറ്റ മുറിവ് അത് ഉണങ്ങും, മനസ്സിനേറ്റ മുറിവ് അത് ഉണങ്ങില്ല. അത് മനസ്സിൽ കിടന്നങ്ങ് നീറും. നിന്നെപ്പറ്റി ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? ത്രിലോകിന്റെ കൂടെ കിടന്ന് മതിയാവൻ അർജുന്റെ പുറകെ പോയി. അവസാനം അവന്മാർ രണ്ടിനെ തെറ്റൊട്ടിക്ക് എനിക്ക് കിടന്നു വരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു പെണ്ണ് നിങ്ങൾ എന്തിനാ കെട്ടിയത്? അത് പറ. നിങ്ങൾക്കൊന്നും പറയാനില്ല. ഇത്ര നേരം എന്നോട് പറയാന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ? ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറ. തെറ്റിക്കല്യാണത്തിനോ പറയായിരുന്നല്ലോ, ഇതിന് പെണ്ണെ കെട്ടണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണോ പറയാതിരുന്നേ? എന്തിനായിരുന്നു കെട്ടിയത്? അത് പറ. ചെയ്യുന്നേ I never thought I'd feel like this. I never thought I'd feel like this. Feel like, feel like this. Feel like, I never thought I'd feel like this. Feel like, feel like this. Feel like, I never thought I'd feel like this. പറ. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? വരാം. ഇവിടെന്തൊക്കെയാണ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നേ? വൈര് പോകാതിരിക്കാനും പറ്റില്ല. ഹലോ കാരൻ, ഞാനത് ഓഫീസിൽ വരാൻ കുറച്ച് ലേറ്റ് ആവും. ചേട്ടൻ വരെ പോവാം. ഞാൻ ഇന്നലെ ചെക്ക് ചെയ്ത് വെച്ച ഫയലില് അത് പ്രാർത്ഥന കൊടുത്തേക്ക്. ശരി. നീ എന്തിനിപ്പ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ?
അതെന്ത് ചോദ്യത്തിലോ, നമ്മൾ എന്തിനാ ഇവിടെ എപ്പോഴും കൂടാറുള്ളേ? അതിന് തന്നെ. ലിയ, നീ ഉദ്ദേശിക്കുന്ന ഒന്നിനും എനിക്കിപ്പോ താല്പര്യമില്ല. ഞാൻ പോവാ. നീ പോകില്ല തിലക്. നീ പോയി കഴിഞ്ഞാ ഞാൻ എന്ത് ചെയ്യും നിനക്ക് അറിയാലോ. ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാതെ വേറെ വഴി നിനക്കിപ്പില്ല. ത്രിലോക്, നിനക്കിപ്പോ എന്നെ വേണ്ടല്ലേ? അവളുടെ കൂടെ ഒന്ന് കിടന്നപ്പോ അവളെ മതി. അതിന് മാത്രം ഉണ്ടോടാ അവള്? ലിയ, നീ നിർത്ത്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ലക്ഷ്മി, നിക്ക്. ത്രിലോകേട്ടാ, മോർക്കെ. ലക്ഷ്മി, ഞാൻ പറയുന്നത് കേക്ക്. ചേട്ടനൊന്നും പറയണ്ട. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും ഉണ്ടാകല്ലേ എന്നാ ഞാൻ പ്രവർത്തിച്ചത്. പക്ഷെ ഇപ്പോ ലക്ഷ്മി, ഞാനെല്ലാം പറഞ്ഞത് നമ്മൾ മാരേജ് ലൈഫിൽ ഒരു ചാൻസ് തരാൻ വേണ്ടിയില്ലേ? ചേട്ടനും അതറിയാം, അതിനെ പിന്നീട് എഫേർട്ടും അറിയാലോ. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ചേട്ടൻ നമ്മുടെ റിലേഷൻഷിപ്പ് നിർത്താമായിരുന്നു. ഓ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റില്ലായിരിക്കുമല്ലേ? നിങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലേ? ഞാനെല്ലാം നിർത്തി. ഇനി ഒന്നിനും വരില്ല. ഒന്നിനും. ലക്ഷ്മി, ഇത് നിക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ സത്യം പറ, നീയല്ല ലക്ഷ്മിയോട് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ചോദിച്ചാ ആണെന്നെ നീ കൂട്ടിക്കോ. ഒരു പ്രശ്നം എന്താ ലിയ? നീ പറഞ്ഞതിന് അനുസരിക്കുന്നില്ല. പിന്നെ ഇനി എന്തൊക്കെ തുടക്കം പോകുന്നതെന്ന് ഓർത്തിട്ടിരിക്കുക. എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കില്ല. അവള് നിന്റെ വീട്ടിലൊക്കെ പറയുമെന്ന് നിനക്ക് പേടിയെങ്കിൽ അവളത് പറയില്ല, അതെനിക്ക് ഉറപ്പാ. പിന്നെ അവൾ ഇനി നമ്മുടെ ഇടയിൽ ഒരു ശല്യമായിട്ട് ഉണ്ടാകത്തില്ല. എനിക്ക് അത്രയും മതിയായിരുന്നു. അതിപ്പോ നടന്നു. നീ കൂളാകും, ഒന്നും സംഭവിക്കില്ല. ബാ, നമുക്ക് വരണം. എന്റെ ഇപ്പത്തെ മൂഡ് പോയി. നമുക്ക് ഓഫീസിൽ പോവാം. അല്ല, നീ ഓഫീസിലേക്കാണോ അല്ല നിന്റെ ഭാര്യയുടെ പുറകെ വീട്ടിലേക്ക് പോവാണോ? എന്തായാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ലച്ചു, എന്തിനാണ് കരയുന്നേ? എന്താ പറ്റിയേ? എടി, കരയാതെ കാര്യം പറ. ത്രിലോകിന് എന്താ? എടി എടി കാര്യം പറ നീ. ത്രിലോകേട്ടൻ ഒരിക്കലും മാറില്ല. ഞാൻ എത്ര വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. നീ എന്താ ഈ പറയുന്നത്? നീ കാര്യം ശരിക്കും തെളിച്ച് പറ. ലച്ച് ഹോട്ടലിൽ നടന്ന എല്ലാ കാര്യം സിദ്ധുവിനോട് പറഞ്ഞു. ഓ, അപ്പം ഞാനറിയാത്തതും എന്നോട് പറയാത്തതായിട്ട് ഇനിയും കുറെ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടല്ലേ? ശരിയാക്കി തരാം. ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ത്രിലോകിനോട് ഇത്രയൊക്കെ ചെയ്തിട്ടും അതെല്ലാം പറഞ്ഞ ഞങ്ങളുടെ മാരേജിലേക്ക് വെച്ച് ചാൻസ് കൊടുക്കാൻ തയ്യാറായത്. എന്നിട്ട് എന്തായി? ലച്ചു, കാര്യല്ലേ? ഞാൻ പറയുന്ന കേൾക്കാം. ഞാൻ ഇന്ന് തന്നെ ത്രിലോകിനോട് സംസാരിക്കുക. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നത്തെ കൊണ്ട് അവനെ കൊണ്ട് ഞാൻ നിർത്തിക്കുക. അവൻ മാറും, എനിക്ക് ഉറപ്പാണ്. നീ അവന് ഒരു ചാൻസ്, ലാസ്റ്റായിട്ടൊരു ചാൻസ് കൂടെ കൊടുത്താൽ മാത്രം മതി. ത്രിലോകൻ ഒരിക്കലും മാറില്ല. ത്രിലോകൻ ആർക്കും മാറ്റാനും പറ്റില്ല. ചേട്ടൻ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്.
തെറ്റ്. പിന്നെ ചെറുതിലോകിനോട് സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട. അവർ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഞാനിനി അവരവിടേക്ക് ചെല്ലുന്നില്ല. ലച്ചു നീ എന്താ ഈ പറയുന്നേ? അവൻ കെട്ടി താലി നിന്റെ കഴുത്തിലേക്ക് കിടക്കണമെങ്കിൽ അവൻ നിന്റെ കൂടെ ജീവിക്കും ലൈഫ് ലോങ്. പിന്നെ ഞാൻ നിന്റെ ലോകിന് നല്ലതിന് വേണ്ടി മാത്രമല്ല പറയുന്നത്, പാർത്തിൻ്റെ മീനുൻ്റെ നല്ലതിനും കൂടെ വേണ്ടിയിട്ടാണ്. ലച്ചു നിനക്കറിയാലോ, മീനുവിൻ്റെ പാർത്തിന് ലക്ഷ്യം മുന്നിട്ടുണ്ടാകാൻ വേണ്ടി മീനു ഒരുപാട് എഫർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ പാർത്തൊന്നും ചെയ്യുന്നില്ല. കാര്യം അവനിപ്പോഴും നിന്നെ തന്നെ ഓർത്തിരിക്കുക. അവൻ ആ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ നീ ദിലോകും ഒരുമിച്ച് ജീവിക്കണം. അന്ന് മാത്രം അവൻ എഫർട്ട് എടുക്കുള്ളൂ അവരുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോടത്തെല്ലാം പറയുന്നത്. നീ മീനുവിന് വേണ്ടിയിട്ടെങ്കിലും അവളുടെ നീ എഫർട്ടിന് വേണ്ടിയിട്ടെങ്കിലും പ്ലീസ് ദിലോകിന് ഒരു ചാൻസും കൂടെ കൊടുക്കുക. ഞാൻ അവൾക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറായത്. അവൾക്ക് വേണ്ടി മാത്രം. ലച്ചു എല്ലാം ശരിയാകൂടി. ഞാൻ ദിലോകോട് സംസാരിക്കാം. നീ ഇപ്പോൾ വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. നിനക്കെന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തല്ലടാ. സിദ്ധു, ഞാൻ അതിനെ തിരിച്ചടിക്കുന്നത് നിനക്ക് അറിയാലോ. ഓ, മോനിപ്പോൾ എന്തിനൊറ്റക്ക് എന്തൊക്കെ മേടിച്ചോണ്ടിരിക്കുക നിനക്കറിയോ? അപ്പം നിനക്കറിയാം, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ എല്ലാം മറന്ന് ലച്ചു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് തരാൻ തയ്യാറായത്. അത് നീ മാറും, അവളെ കൊണ്ട് നിന്നെ മാറ്റാൻ പറ്റുന്നുള്ള എൻ്റെ വിശ്വാസമായിരുന്നു. ഇത്രയും നാൾ നിന്നെ എല്ലാ തിണത്തിട്ട് ഞാൻ കൂട്ടുനിന്നു. ഇന്നത്തോടെ നീ എല്ലാം നിർത്തിക്കോ, ചെയ്തത്തോളം മതിയായി. ഇനി ഞാൻ പറഞ്ഞ നീ അങ്ങ് അനുസരിച്ചാൽ മതി. ആദ്യം തന്നെ നീ ആ പെണ്ണുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അങ്ങ് നിർത്തിക്കോ. പിന്നെ അവൾ ഇനി ഓഫീസിൽ വേണ്ട. സിദ്ധു, അത് പറ്റില്ല. അതെന്താ പറ്റാത്തത്? നിനക്ക് തന്നെ അവളെ അങ്ങോട്ട് വിടാൻ പറ്റാത്തത് എന്താ? കാര്യം പറ. സിദ്ധു, അത് നിനക്ക് അവളോട് ഒരു മൈരം മൂത്തിട്ടല്ല നീ ഇപ്പം റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റില്ലെന്ന് പറയണമെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് നീ പറ. സിദ്ധു, അത് അവളുടെ കയ്യിൽ ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ റിലേഷൻഷിപ്പ് നിർത്തുമെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവളതെല്ലാം കൂടെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ റിലേഷൻഷിപ്പ് നിർത്തുമെന്ന് പറഞ്ഞാൽ അവൾ സോഷ്യൽ മീഡിയയിൽ ഇടും, നമ്മുടെ വീട്ടുകാരെ കാണിക്കും. അതുകൊണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റത്തില്ല. ഓ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളും. ഇവളെപ്പോലെ ഒരുപാടെണ്ണത്തെ ഞാൻ കണ്ടത്. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പേടിക്കണ്ട, അവളുടെ കാര്യം നീ വിട്ടേക്ക്. പിന്നെ ത്രിലോക്, ഞാൻ നിന്നെ നിർബന്ധിക്കുമെന്ന് നീ കരുതലും. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ലച്ചുവിനെ പോലെ നീയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് തരാൻ തയ്യാറായേ പറ്റൂ. ഞാൻ നിന്നെ ലച്ചും നല്ലതിന് വേണ്ടി മാത്രമല്ല പറയുന്നത്, പാർട്ടിനും മീനുവിൻ്റെ നല്ലതിനും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനിതാണ് നല്ലത്. നീയും ലച്ചുവും കൂടെ ഒരുമിച്ച് ജീവിക്കണം. ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ശരിക്കും ഒന്ന് ആലോചിക്കും. എന്നാൽ ഞാൻ ഇറങ്ങുക. പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. എന്നാൽ ശരി. ഞാൻ ചേട്ടനോട് അന്നേരം പറഞ്ഞല്ല നീ ആയിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തണമെന്ന്. ഇപ്പൊ സമാധാനമായല്ലോ. ഇനി സിദ്ധുവേട്ടൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ ദൈവത്തിനറിയാം. ഇപ്പോഴാണ് ഈ കളി ശരിക്കും രസം പിടിച്ചത്, അല്ല ഋത്തിക്? ശരിയാ പറഞ്ഞേട്ട. ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമല്ലേ? നമുക്ക് ഗാലറിയിൽ കളി കാണാം. ബാ.